Welcome back to my YouTube channel. So yeah, today's vlog is about ഞാൻ ഒന്ന് കണ്ണൂർ പോവാണ്. കണ്ണൂർ പോകുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേൻ്റെ വീട് കണ്ണൂരാണ്. കണ്ണൂർ പുതിയൊരു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം നാട്ടിൽ വന്നിട്ട് അമ്മ അച്ഛനും അമ്മേനെ ഒന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ണൂരേക്ക് പോകാൻ വേണ്ടി പോകുന്നതാണ്. എൻ്റെ അവിടെ ഒരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട്. അത് കണ്ണൂർ എത്തുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ, അതൊരു കുഞ്ഞ് പക്ഷെ വലിയ സർപ്രൈസ്. അത് നിങ്ങൾക്കുള്ള സർപ്രൈസാണ്. ഞാൻ ഓൾറെഡി എക്സൈറ്റഡ് ആണ്. അപ്പോൾ ടുഡേയ്സ് വ്ളോഗ് ഇസ് അബൌട്ട് അമ്മ വീട് വ്ളോഗ്. പണ്ട് വെക്കേഷൻസിനൊക്കെ അല്ലേ നമ്മൾ അമ്മേൻ്റെ വീട്ടിലെല്ലാം പോലെ. പക്ഷെ ഇപ്പോഴൊക്കെ പോലൊക്കെ കുറവാണ്. അവിടെ ഇപ്പോൾ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകണം അവർക്കൊരു സന്തോഷത്തിന്. അപ്പം പോയിട്ട് അവിടെ എന്തൊക്കെയുള്ള അവിടെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചത്. ഓക്കെ, ബൈ. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ പുറത്ത് ഒരു വലിയ അത്യാവശ്യം വെയിറ്റുള്ള ഒരു ലഗേജും ഒരു ബാഗും ഉണ്ട്. വെയിറ്റുണ്ട് ഗൈസ്. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം കാണിച്ചാൽ, ഇതെൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ വീടാണ്. അവളവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോന്നറിയില്ല. ഇതാണ് ഞാൻ 1 to 7 സ്റ്റാൻഡേർഡ് വരെ പഠിച്ച സ്കൂൾ. അങ്ങനെ ഇത് 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു. നടന്നു പോയാൽ മതിയായിരുന്നു ബെല്ലടിക്കുന്ന സമയത്ത്. ആ സമയത്തൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നിഷ്കളങ്കമായ നമ്മുടെ കുട്ടിക്കാലത്ത്. എൻ്റെ നാട്ടിൻപുറം, പച്ചപ്പും ഹരിതാഭയും ഊഷ്മളതയും. ഇതിനേക്കാൾ പച്ചപ്പും ഹരിതാഭയും ഊഷ്മളതയുള്ള സ്ഥലത്തേക്കാണ് ഞാൻ നാളെ പോകുന്നത്. അത് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ഇതേ ബസ് വന്നു. ഞാൻ ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. ബസ്സിൽ കയറി എനിക്ക് എന്തോ പെട്ടെന്ന് ഇപ്പോൾ ഉറക്കം വരാറുണ്ട്. അങ്ങനെ ഉറങ്ങി എണീറ്റപ്പോഴത്തേനും കണ്ണൂരെത്തിയിട്ട് ഇത് എനിക്ക് ഒരാൾ ചെറിയ പോസ്റ്റ് തന്നു. ഞാൻ നേരത്തെ സർപ്രൈസ് എന്ന് പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ ഇതേ അങ്ങനെ പോസ്റ്റ് തന്നപ്പോൾ എനിക്ക് നല്ല വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. അടുത്തുള്ള ഒരു കടയിൽ കയറി ഞാൻ ഇതേ ബത്തക്ക ജ്യൂസ് കുടിച്ചു. ബത്തക്ക മീൻസ് വാട്ടർമെലൺ ജ്യൂസ്. ഓക്കെ, അപ്പോൾ ഇതേ വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ച് സെറ്റായിട്ടിരിക്കുമ്പോഴത്തേനും ആള് വന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവിടുന്ന് വരുമ്പം ഇൻട്രോയില് ഒരു സർപ്രൈസ്, ഒരു ചെറിയ വലിയ സർപ്രൈസ്. അതാണ് ഇത്. സേ ഹായ് ടു മൈ സബ്സ്ക്രൈബേഴ്സ്. ഗൈസ്, ഇതാണ് ലീസ മേരി ജോർജ്. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അമ്മമ്മേൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ്. അപ്പം അവിടെ എത്തിയിട്ട് ഒരു റിയാക്ഷൻ കാണിക്കേണ്ടതോ എൻ്റെ മുടീൻ്റെ കളർ. അതൊരു ഒന്നൊന്നൊക്കെ റിയാക്ഷൻ ആയിരിക്കും. പറഞ്ഞു അങ്ങനെ ഇതേ ഓട്ടോയിൽ നമ്മൾ കുറേ സൊറയും കഥയൊക്കെ പറഞ്ഞ് അവിടെ ഏകദേശം എത്താറായിട്ടുണ്ട്. നമ്മൾ ഈ വീടിനെ പറ്റി പറയാമെങ്കിൽ ഈ വീട്ടിൽ ചെറിയ ചെറിയ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് നമ്മളൊന്നും തൊടാൻ പാടില്ല. അതിനകത്ത് ഓരോത്തിനെ പറ്റിയിട്ട് പല കഥകളും അമ്മമ്മക്ക് പറയാനുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള വീടാണ്. അല്ല, താഴോട്ടാണ് ഏട്ടാ, താഴേക്ക് അല്ല അങ്ങോട്ട് നേരെ. അപ്പം നമ്മളിത് എത്താൻ വേണ്ടി പോകുന്നു. അതും പിടിക്കുന്നതാമോ നീ ഐശ്വര്യോട് പറഞ്ഞേ? ഐശ്വര്യ എന്തോ അറിയോ എന്തോ വെക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും ഉണ്ട്, കൊണ്ടുപോയിട്ട് എന്തെല്ലാം എടുക്കുന്നുണ്ട്. ആരാണ് ഐശ്വര്യ? വ്ളോഗ് ഇത് യൂട്യൂബിൽ വരുമോ അമ്മേ? നിന്റെ മുടി ഒരു ഭംഗിയില്ല, എനിക്ക് ഒറ്റ പിടിച്ചില്ല സംഗതിയാണ്. അന്നേരം പെൺകുട്ടികളെ ആൺകുട്ടികളെ ഒന്നുമില്ല. ശരിക്കും ഞാൻ പിന്നെ പറഞ്ഞാണ്. പക്ഷേങ്കിൽ അങ്ങനെ ഇങ്ങനത്തോളം ബന്ധ കണക്കിന് ഒരു കുണവില്ല. ഇത് ഇതാണ് നിന്റെ അച്ചാച്ച. ഹായ് പറ. അപ്പോൾ ഇതാണ് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞ അമ്മമ്മ തൊടാൻ സമ്മതിക്കാത്ത കുറച്ച് സാധനങ്ങൾ. അവളിതൊക്കെ കണ്ടിട്ട് നല്ല വണ്ടറടിച്ച് നിൽക്കുകയാണ്. അമ്മമ്മ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഞാൻ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ കഥകൾ പറയാനുണ്ടാവും. ഇതെല്ലാം അമ്മമ്മ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ബോട്ടിൽ ആർട്ടൊക്കെ നമ്മൾ ഈ കൊറോണ കാലത്താണല്ലോ ഫേമസ് ആയിട്ട് കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ അമ്മമ്മ ഇത് തുടങ്ങിയിട്ട് ഏകദേശം 17 years ആയി. അപ്പം അന്ന് കാലത്ത് ഇത് ഒരുപാട് ഫേമസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പത്രത്തിലൊക്കെ അമ്മമ്മ ഫീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മമ്മയുടെ ഫീച്ചറിങ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. സാമ്പാറുണ്ട്, മീൻ തേങ്ങ അരച്ച കറിയുണ്ട്,
പിയാപ്പിളക്കറ്റില പൊരിച്ചുണ്ട്. പിയാപ്പിളക്കറ്റില പൊരിച്ചത് നിങ്ങളുടെ നാട്ടിലല്ല ഇതിനെന്ന് പറയുന്നത് നമുക്കറിയില്ല. കിളിമീൻ, ആ ചുവന്ന കളറുള്ള മീനില്ലേ കിളിമീൻ, അതാണ് ഇവിടെ പിയാപ്പിളക്കറ്റ. എൻ്റെ വീട്ടിലോ തന്നെ പിയാപ്പിള കിളിമീൻ എന്ന് പറയും. പിയാപ്പിളക്കറ്റില കുയാപ്പിള എന്നെല്ലാം പറയും തോന്നുന്നു. ഓക്കെ, ഇത് നമ്മൾ കൊഞ്ചില്ലേ കുഞ്ഞി ചെമ്മീൻ, പൊടിച്ചെമ്മീൻ. അങ്ങനെ അതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് രണ്ടുപേരും പെട്ടെന്ന് തന്നെ ചോറൊക്കെ കഴിക്കുകയാണ്. അതിനിടയ്ക്ക് അവൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, ഞാൻ അതിനൊക്കെ അറിയുന്ന പോലെ ഉത്തരം പറയുന്നുണ്ട്. നമ്മൾ ആക്ച്വലി കണ്ടിട്ട് ഇന്നത്തേക്ക് കറക്റ്റ് 3 മാസമായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കാണുന്നതുകൊണ്ട് കുറേ കഥകളും ഒക്കെ പറയാനുണ്ടായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? അമ്മമ്മയുടെ ചെമ്മീൻ തോരന, അമ്മമ്മ ചെമ്മീൻ തോരനും മറ്റേ കിളിമീൻ ഫ്രൈ. ഇത് അമ്മ കാണുമല്ലോ. അതല്ലേ ഞാൻ അമ്മയോട് പറയും. നോമ്പാണ് ഗൈസ്, നമ്മൾ നോമ്പ് ചീറ്റ് ഡേ ആക്കി. അതെ, ഇറ്റ്സ് ഓക്കെ, കർത്താവ് ക്ഷമിച്ചോളൂ. അതെ. അപ്പം അതെ, അതുകൊണ്ട് അമ്മമ്മ അങ്ങനത്തെ കറിയെല്ലാം ഉണ്ടാക്കി. അപ്പം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റും. അപ്പം അവൾക്ക് നോമ്പുള്ളത് എനിക്കും അറിയില്ലായിരുന്നു, ഇവിടെ ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നോൺ വെജ് ആയിരുന്നു കൂടുതൽ. വെജായിട്ട് സാമ്പാർ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കത് കഴിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും വൃത്തിയില്ല. അച്ചാറുണ്ടായിരുന്നു, ബീട്രൂട്ട് അച്ചാർ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാം. അതെ, ഫലൂഡ കഴിക്കാനുണ്ട്. ഭയങ്കര ചൂടാണ് ഗൈസ്. പിന്നെ അമ്മമ്മയ്ക്ക് ഫലൂദ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഫലൂഡ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഫലൂഡ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നോക്കുമ്പം ഇതുപോലെ ട്രെയിൻ പോകുന്ന കാണാം. പണ്ടൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു, ഇത്രയും മരങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അവിടെ പോയി നിന്ന് എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കുമായിരുന്നു. അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന മാംഗ്ലൂർ സൈഡിലേക്കാണ്. പുറകിൽ ചൊരക്കൽ സ്റ്റേഷൻ, ഫ്രണ്ടിൽ വളവട്ടണ സ്റ്റേഷൻ. നോക്കട്ടെ, ഞാൻ ഐസ്ക്രീം വലുവിടാന്നൊക്കെ പറഞ്ഞതിനകത്ത് സ്ട്രോബെറിയൊക്കെ കാണുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത എന്തോ സാധനം കിട്ടിയ കുഴപ്പമില്ല, പക്ഷെ കട്ടിയും കൂടെ വേണമല്ലോ, എന്നാലും എൻ്റെ ഒരു ഫീൽ വരും. റേറ്റ് 1 to 10. 6. ഓക്കെ ഓക്കെ. ഇപ്പം നിങ്ങൾ കാണുന്നത് അച്ചച്ചനും അമ്മയ്ക്കും ഞാൻ വിഷുക്കോടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടുപേർക്കും കൊടുക്കുന്നതാണ്. അച്ചച്ചൻ പറയുന്നത് എന്തിനാണ് ഈ ഷർട്ട് മേടിച്ച്, ഒരുപാട് സാധനം ഇരിക്കുന്നുണ്ട് ഇടാണ്ടെന്ന്. പക്ഷെ അമ്മമ്മയ്ക്ക് 2 സാരി ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഹാപ്പിയായി രണ്ടാളും. ഇങ്ങനൊരു ചടങ്ങ് എല്ലായിടത്തും ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, എന്തായാലും ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ രണ്ടുപേർക്കും സാരിയും മുണ്ടും ഷർട്ടും എല്ലാം എടുത്തു കൊടുത്തു. എനിക്കും ഇഷ്ടപ്പെട്ടു 2 സാരിയും, അടിപൊളിയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇതേ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇരുന്ന് അമ്മമ്മയുടെ കത്തിയടിയൊക്കെ കേട്ടു. ഞാനെപ്പോഴും കേൾക്കുന്നതുകൊണ്ട് എനിക്കൊരു പുതുമയൊന്നുമില്ലായിരുന്നു. ട്രീസ കേട്ടു, അവളൊക്കെ വധിച്ചു പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവളിത് ഷീസ് ഗോയിങ് ബാക്ക് ടു കാസർഗോഡ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൾ കൊച്ചിയിലേക്ക് വരുമായിരിക്കും. അപ്പോൾ നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കൂടെ ഒരാളുകൂടെ ഉണ്ടാവും. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വേറെ ഒന്നും കാര്യമായിട്ട് പറയാനില്ലാന്ന് തോന്നുന്നു, ഐ തിങ്ക്. അപ്പോൾ അവൾക്ക് 5 മണിക്കാണ് ട്രെയിൻ. അവൾക്ക് അവളെ ഇന്ന് ഞാൻ ഇവിടെ നിർത്താമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ വന്നത്. പക്ഷേങ്കിൽ ഷീ ഹാവ് എൻ എമർജൻസി, പോയിട്ട് എന്തോ ഒരു പണിയുണ്ട്, അതുകൊണ്ട് നമുക്ക് പിടിച്ചു വെക്കാൻ വേണ്ടി പറ്റിയില്ല. അമ്മമ്മ അങ്ങനെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം സേ ബൈ.